ഡിജിറ്റൽ റീസർവേ താൽക്കാലിക ജീവനക്കാരുടെ ശമ്പളം കിട്ടിയിട്ട് 4 മാസം. സ്കൂൾ തുറന്നതോടെ കുട്ടികളുടെ ഫീസ് പോലും കൊടുക്കാനില്ലാത്ത അവസ്ഥയിലാണെന്ന് ജീവനക്കാർ പറയുകയാണ്. പത്തനംതിട്ടയിൽ നിസ്സഹകരണ സമരത്തിലാണ് ഈ ജീവനക്കാർ. വിനു മോഹനന്റെ റിപ്പോർട്ട് കാണാം. ഡിജിറ്റൽ റീസർവേയുമായി ബന്ധപ്പെട്ട താൽക്കാലിക ജീവനക്കാർ സമരത്തിലാണ്. അവർക്ക് 4 മാസമായി ശമ്പളം കിട്ടുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. പലർക്കും ജോലിക്ക് വരാൻ കഴിയാത്ത സാഹചര്യമാണ്. പത്തനംതിട്ടയിൽ ഇപ്പോൾ അതിൻ്റെ പ്രതിഷേധം നടക്കുകയാണ്. എന്താണ് നിങ്ങൾ നേരിടുന്ന പ്രധാന പ്രശ്നം? ഞങ്ങളുടെ പ്രധാന പ്രശ്നം ശമ്പളം കിട്ടുന്നില്ല. നമ്മൾ മേലധികാരികൾക്ക് പലതവണ നിവേദനം കൊടുത്തിട്ടും കൃത്യമായൊരു മറുപടി കിട്ടിയിട്ടില്ല. ഫണ്ട് ഇല്ലെന്നുള്ള മറുപടിയാണ് എല്ലാ തലത്തിൽ നിന്നും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് ഫണ്ട് വരാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത്. നമുക്ക് ഫെബ്രുവരി വരെയുള്ള സാലറി നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇലക്ഷൻ്റെ ടൈം ആയപ്പോഴത്തേക്ക് നമുക്ക് 15 ദിവസം മുന്നേ സാലറി കിട്ടുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ഇത് വന്നത്. അപ്പം നമുക്ക് കുറച്ച് വില്ലേജുകാർക്ക് മാർച്ച് 20 വരെയുള്ള സാലറി നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. 10 ദിവസത്തെ പിന്നെ കിട്ടിയില്ല. പിന്നെ ഏപ്രിൽ, മെയ്, ഇനിയിപ്പോൾ ജൂൺ കഴിഞ്ഞു. അങ്ങനെ നമ്മൾ മൊത്തത്തിൽ ചില വില്ലേജുകാർക്ക് മാർച്ചിൽ ഫുള്ള് കിട്ടാനുണ്ട്. അങ്ങനെ ടോട്ടൽ 4 മാസത്തെയാണ് നമുക്ക് കിട്ടാനുള്ളത്. ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തതുകൊണ്ടാണെന്ന് പറഞ്ഞു. റിസൾട്ട് വരട്ടെ എന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെ നമുക്ക് ബജറ്റ് വരുമ്പോൾ എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞു. ജൂൺ 19 ബജറ്റ് വന്നു. നമുക്ക് അതിനെപ്പറ്റി ഒരു നമുക്ക് കൺവിൻസ്ഡ് ആയിട്ടുള്ളൊരു മറുപടി ആരുടെ ഭാഗത്തുനിന്നും കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് 200 പേരോളം ഉണ്ട്. നമുക്കിപ്പോൾ ഇവിടെ വനമേഖല ജോലി ചെയ്യുന്നവരുണ്ട് ചിറ്റാറ് ഭാഗത്ത്. അവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മല കയറി കഷ്ടപ്പെടുന്ന ആൾക്കാരും കൂടിയാണ്. അന്നേരം ആ ഒരു കഷ്ടപ്പാട് നമ്മൾ ഇപ്പം ജൂണിൽ എല്ലാവർക്കും വിദ്യാഭ്യാസ സംബന്ധമായിട്ട് ഇപ്പോൾ കുഞ്ഞുങ്ങളുള്ള ആൾക്കാരാണ് എല്ലാവരും. അന്നേരം അവർക്ക് ഒരു ബാഗ് മേടിക്കാൻ പോലും നമുക്ക് സാലറി സംബന്ധമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ട് നേരിട്ടു. അപ്പോൾ ഈ ഒരു സർക്കാർ മാറിയപ്പോൾ ആരോട് ചോദിക്കണമെന്ന് ഞങ്ങൾക്ക് അറിയാത്തൊരു നിലവിലൊരു സാഹചര്യമാണ് ഞങ്ങൾക്കുള്ളത്. ഇപ്പം സ്കൂൾ തുറന്ന സാഹചര്യത്തിൽ കുഞ്ഞുങ്ങൾക്ക് ഫീസ് കൊടുക്കാൻ കഴിയുന്നില്ല. സത്യം പറഞ്ഞാൽ വീട്ടിൽ ഒരു നേരത്തെ ആഹാരത്തിന് പോലും ഇപ്പോൾ ബുദ്ധിമുട്ടാണ്. ഇതിൽ മിക്കതും വിധവകളുണ്ട്. സ്ത്രീകളാണ് കൂടുതൽ പേരും. അതിൽ വിധവകളായിട്ട് അവരുടെ വരുമാനത്തിൽ മാത്രം കഴിഞ്ഞു പോകുന്ന വീടുകളുണ്ട്. ഇതൊരു സൂചന സമരം എന്ന് പറയുന്ന രീതിയിലാണ്. ആർക്കുമെതിരെയുള്ളൊരു പ്രതിഷേധമല്ല. പക്ഷേ അത്തരം ഒരു അവസ്ഥ കൊണ്ട്, ജീവിത സാഹചര്യം കൊണ്ടുള്ള ഒരു പ്രതിഷേധവുമായാണ് അവർ രംഗത്ത് വന്നിരിക്കുന്നത്. ജി എസ് സുനിലൊപ്പം വിനു മോഹനൻ, മനോരമ ന്യൂസ്.